ഇവിടെ നമുക്ക് എത്ര ഇറക്കം വേണം? 7 ആണ് എനിക്ക് ഇറക്കം വേണ്ടത്. ഞാനിവിടെ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇങ്ങറ്റത്തും എത്ര അടയാളപ്പെടുത്തി? 7.5 ഇഞ്ച് തന്നെ ഞാൻ ഇങ്ങറ്റത്തും ഞാൻ അടയാളപ്പെടുത്താണ്. കാരണം ഈ ഭാഗമാണ് നമ്മുടെ സെന്റർ പാർട്ടായിട്ട് വരുന്നത്. കാരണം ഈ ഫോൾഡ് ഉള്ള ഭാഗം, ഈ ഭാഗത്താണ് നമ്മൾ കട്ടിംഗ് ഒക്കെ വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 7.5 ഞാൻ അടയാളപ്പെടുത്തി. ഞാൻ സ്കെയിൽ എടുത്ത് ഇതിങ്ങനെ വരയ്ക്കണം. എൽ സ്കെയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ്. അതാവുമ്പോൾ ഈ സ്കെയിലിന്റെ ഇങ്ങറ്റവും ഈ അറ്റവും ഒപ്പത്തിനൊപ്പം വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഞാനിപ്പോ ഇങ്ങനെ അടയാളപ്പെടുത്തി. എനിക്ക് 0 to 2 വേണ്ടത് ഇങ്ങനെ 8.1 ഇവിടെ നിന്ന് 8.1 എവിടെയാന്ന് വെച്ചാൽ അതും ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. കണ്ടില്ലേ? ഇനി 2 to 3 ഉണ്ട്. നമുക്ക് സ്ലീവിന്റെ ഡെപ്ത് ആണ് 2 to 3 വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഹാഫ് സ്ലീവ് ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 7 അതുപോലെ എൽബോ സ്ലീവ് ആണെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 8 3/4 സ്ലീവ് ആണെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9 അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 10 ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് 2 to 3 എനിക്ക് കിട്ടിയിരിക്കുന്നത് 2.89 ആണ്. ഇവിടുന്ന് 2.89 ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടെ ആയിട്ട് എനിക്ക് വരും. സ്കെയിൽ എടുക്കാം. പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു വര വരച്ചു. കണ്ടോ? ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ഈ 2.8 കിട്ടിയില്ലേ? അവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് ഞാൻ ഇങ്ങോട്ടേക്കും ഒന്ന് അടയാളപ്പെടുത്താണ്. ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന നിർബന്ധമില്ല, എന്നാലും അടയാളപ്പെടുത്താണ്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് സ്കെയിൽ ഇങ്ങനെ വെച്ച് അതും ഞാൻ വരച്ചു. ഇതിങ്ങനെ വരച്ചു. കണ്ടില്ലേ? ഈ വരച്ചതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഇവിടത്തോളം വരെ ഞാൻ വരച്ചതിന്റെ മിഡ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെയാണ് അതിന്റെ മിഡ് പോയിന്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും 1 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് ഈ പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടാ? ഇങ്ങനെ ചെരിച്ച് വരച്ചു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ വരച്ചേക്കണ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടേക്കും ഈ പറഞ്ഞ പോലെ തന്നെ ചെരിച്ച് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്കെയിൽ എടുത്തിട്ട് ഈ സെന്റർ പോയിന്റും ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി മുട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? നമ്മൾ കൈകൊണ്ട് വരച്ച ആ കറക്റ്റ് അളവിൽ തന്നെ കിട്ടി. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെന്റർ പോയിന്റും ഇവിടെ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലേ, അതും കൂട്ടിമുട്ടത്തക്ക രീതിയിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കും. അതും നമ്മൾ കൈകൊണ്ട് വരച്ച അളവിൽ തന്നെ വന്നു. ഇത്രയും പറഞ്ഞ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു.